രോമോൻ അമ്മയ്ക്കൊരു ഉമ്മ തരണം. രോമാൻ ചെറുപ്പത്തിൽ മുതൽ കൂട്ടുള്ള കരുണയോട് കൂടി സ്നേഹത്തോടു കൂടിയാ. നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചേർത്ത് പിടിക്കുകയോ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ എവിടെ നിന്ന് വന്നാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഞാനും കണ്ടില്ല. എവിടെ ഉറങ്ങുമല്ലായിരുന്നു? കുളിയെല്ലാം കഴിഞ്ഞ് മൂത്തോടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു? എവിടെയായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നല്ലോ. ഞങ്ങളിഞ്ഞ് പോവുക. എങ്ങോട്ട്? വീട്ടിലോട്ട് പോവുക. ഏത് വീട്ടിൽ? കുളിക്കണോ? പള്ളിയിൽ പോകണം. ആ, അങ്ങനെ പല കാര്യങ്ങളാ. ഉച്ചയ്ക്ക് വിളിച്ചില്ലായിരുന്നു? ഇവിടെ കുത്തിയിരുന്ന ഒന്നും നടക്കുകയില്ല. ആണോ? പിന്നെ എവിടെ പോയാലോ നടക്കണേ? എവിടെ പോയാലോ നടക്കണേ? എന്നാ എവിടെ പോയാലാ നടക്കണതെന്ന്? വീട്ടിൽ പോകണമെന്നാ പറഞ്ഞത്. ഇത് വീടല്ലേ? ഇതൊരു വീടല്ലേ? ഇത് ഈ വീടല്ല, വീട്ടിലോട്ട് പോകണം. വീട്ടിലല്ലേ എല്ലാ സംഗതി. പെട്ടിയൊക്കെ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. പെട്ടിയൊക്കെ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമായില്ല. അത്യാവശ്യമായിട്ട് പെരുമാറാനുള്ള സാധനമൊക്കെ വീട്ടിലരിക്കണം. മരുന്ന് വരെ ഓരോരുത്തർക്കും അല്ലാതെ തോന്നുന്നത് എന്ന് എവിടെയെങ്കിലും ചെന്ന് നോക്കിയായിരുന്നു. ഇവിടെ മരുന്ന് ഇരിപ്പുണ്ടല്ലോ. ഇത് അറ്റം പോലെ കിട്ടും, അത്രേ ഉള്ളൂ. ആണോ? അത് എല്ലാം നല്ല നിഷ്ഠ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അതുപോലെ കഴിയണം. തന്നെ പോകണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട കുഴച്ച് കളഞ്ഞാൽ ഒന്നും പറ്റിയല്ല. അപ്പൊ എന്നാ മരുന്നെല്ലാം ഇങ്ങനെ എടുത്താലോ? അവിടുന്ന് ചട്ടിയും കലമെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് പോന്നാലോ? ചട്ടിയും കലമൊക്കെ അവിടുന്ന് എടുത്തോണ്ട് പോന്നാലോ ഒന്ന്? എന്നാ ചട്ടിയും കലമൊക്കെ? ചട്ടിയോ? ചട്ടി. ചട്ടിയോ? ആ, എന്താ ചട്ടി? ചട്ടിയും കലമൊക്കെ ഇല്ലേ? എവിടെ? അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോരണ്ടേ? ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നോ? ആ, ചട്ടിയെല്ലാം എന്താ കൊണ്ടുപോയി? അല്ല, അവിടെ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞേ? വീട്ടിൽ ഇരിക്കുവാന്നല്ലേ പറഞ്ഞേ? അവിടെ വീട്ടിലിരിക്കുവാന്നല്ലേ പറഞ്ഞേ? ചട്ടിയോ? ആ, വീട്ടിൽ വെച്ചേക്കാണ്. ചട്ടിയും കലമൊക്കെ വീട്ടിലാന്നല്ലേ അമ്മ പറഞ്ഞേ? അതെന്തിനാ വല്ല ആവശ്യത്തിന് കൊണ്ടുപോയതാണോ? എനിക്കറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ലല്ലോ. പിന്നെ എന്തിനാ? എലിക്കുട്ടിയല്ലേ പറഞ്ഞത്? ഉപയോഗമില്ലാതെ കൊണ്ടുപോയി വെച്ചേക്കണം. അവിടെ എല്ലാം കൂടെ വെച്ചിരിക്കുമെന്ന് പറഞ്ഞേ? അത് ഓരോ വീട്ടിലും. പിന്നെ അതിനകത്ത് ഇറക്കാൻ പോകാൻ പറ്റും? അതല്ലേ പറഞ്ഞേ? അത് അത്യാവശ്യ കാര്യത്തിന് കൊണ്ടുപോയി വെച്ച് അതുപോലെ കൊണ്ടുപോയി വെക്കണം. ഇവിടെ അടുത്ത വീട്ടിൽ. ഇവിടെ കൊണ്ടു വെക്കണം. അതിലെന്തിനാ കൊണ്ടുപോയി? തേടി നടന്ന ഒടിയിലായിട്ട് കിട്ടുകയില്ല. കേടുവാണിത്. കണ്ട് നടക്കുന്നവർക്ക് തന്നെ തലയ്ക്ക് പിടിച്ചു പിടിക്കും. എലിക്കുട്ടിയുടെ പെട്ടിയൊക്കെ എവിടെയല്ലേ ഇരിക്കുന്നത്? തന്നെ ഇപ്പം 4-5 മണിയായില്ലേ? 7 മണിയായി. ഇനി എന്നാ സമയമുണ്ട്? ഇനി എന്തെല്ലാം നടക്കണം? പിന്നെ സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നാളെ നേരം വെളുക്കും. നേരം വെളുക്കുന്നേ. പള്ളിയോ? നാളെ നേരം വെളുക്കൂന്ന്. നേരം വെളുക്കൂന്ന്. ആ, അതെന്നാ? മരപ്പ പണിയാലോ. സമയമുണ്ടല്ലോ. എന്നും വെളുക്കുമ്പോൾ സമയത്ത് വെളുക്കും. വെളുക്കും അല്ലേ പറഞ്ഞേ? സമയമുണ്ടെന്ന് പറഞ്ഞേ. അതിന് പള്ളിയിലും അവർക്ക് മറ്റുള്ളവർ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താണ് സമയത്ത് അത്രേ ഉള്ളൂ. അത് പള്ളിക്കാരുടെ കാര്യമൊന്നും പള്ളിക്കാരൊന്നും അതിനൊന്നും കൂടിയല്ല. അവർ പള്ളിക്കാരെന്തിനാ വീട്ടിലോട്ട് വരും? ചെയ്യാനുള്ളൂ അവർ ചെയ്തോണ്ടിരിക്കും. അവര് പള്ളിയിലെ കാര്യം ചെയ്താൽ പോരെ? പള്ളിയിലെ കാര്യം ചെയ്താൽ പോരെ? പള്ളിയിലെ കാര്യം ചെയ്താൽ പോരെ? പള്ളിയിലെ കുർബാന ഒക്കെ അച്ഛന്മാരല്ലേ? അത് അവരവിടെ ചെയ്തോളൂല്ലോ. എല്ലാരും കൂടെ കൂടിയല്ലേ? അത് അവരവിടെ ചെയ്തോളൂല്ലോ. അത് കഴിയും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് നമുക്കും ഇങ്ങനെ പോരാ. നമുക്കെന്നാ അവിടെ ചെയ്യാനുള്ളേ? നമുക്കവിടെ എന്നാ ചെയ്യാനുള്ളേ? അതിന് താമസമില്ല. നമുക്കവിടെ എന്നാ ചെയ്യാനുള്ളേ? നമുക്കവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പാത്രമൊക്കെ മടക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് കൊണ്ട് വെക്കണ്ടേ? അത് ആവശ്യത്തിന് കൊടുക്കുകയും ചെയ്യില്ല ഓരോരുത്തരുടെ കൈ. ഈ ഓരോരുത്തരും വേണ്ടാത്തതൊക്കെ ആവിയായിട്ട് പിടിപ്പിച്ചിപ്പോൾ. ഈ കുർബാന ആയിട്ട് വരുമ്പം പള്ളിയിൽ നിന്ന് അച്ഛന്മാരുടെ അവിടുന്ന് ഇതിക്കൂട്ടെടുത്ത് പ്രായം ചെന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കുകയല്ലേ?
അതെല്ലാം ആവി പിടിച്ച് കൈയിട്ട് കൊടുക്കും. ആവി പിടിച്ചു കൊടുക്കുമോ? അതിനാ ആവി പിടിച്ച് എന്നാ പള്ളിയിൽ നിന്ന് കൊടുക്കണേ? ആവി പിടിച്ചെല്ലാം ശരിയാക്കി വെച്ചാ ആവി പിടിച്ച് ശരിയാക്കിട്ടോ? ഇനി അവർക്ക് അവർ ഉപയോഗിച്ചാൽ മതി. എന്താ എലിക്കുട്ടി ഈ പറയണേ? അവർക്കൊന്നും അറിയണ്ട. എന്താ എലിക്കുട്ടി ഈ പറയണേ? കാര്യ പറയണേ. ആണോ? പള്ളിയിലാണ്ട് ആവി പിടിച്ചു കൊടുക്കും. ആ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാ ഇതൊക്കെ കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാ ഇതൊക്കെ കേൾക്കുന്നത്. ആദ്യമായിട്ടോ? ആ എന്നാ കേൾക്കണം? ഈ ആവി പിടിക്കുന്ന കാര്യം പള്ളിയില് പള്ളിയിലാരും ആവി പിടിക്കണം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുക. പള്ളിയിലല്ല ആവി പിടിക്കണം. ആവിയൊക്കെ പിടിക്കുന്നത് അവനവന്റെ വീട്ടിൽ ആവശ്യത്തിന്. അതാ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. പള്ളിയിൽ എന്തിനാ ആവി പിടിക്കണേന്ന് അമ്മയല്ലേ പറഞ്ഞത് പള്ളിയിൽ ആവി പിടിക്കൂന്ന്. ഞാൻ എപ്പോ പറഞ്ഞു? അമ്മ വേറെ വല്ല കാര്യമായിരിക്കും. പ്രായമായവർക്ക് കാരണവന്മാർക്ക് ആവി പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാ എനിക്കറിയില്ല. ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് എന്താ നേരെ നന്ദി വൈകുമ്പോ വീട്ടിൽ പോകണം. നമുക്ക് കുരിശ് വരച്ചിട്ട് പോയേക്കാം. പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകാം. അതിന് പെട്ടിയൊക്കെ ഇവിടെ ഇരിക്കുമല്ലേ? പിന്നെ ഏത് വീട്ടിലാ പോണേ? ആ പെട്ടി അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ട്. ഇവിടെ നിൽക്കാൻ പറയുമ്പോ ഇവിടെ ഉണ്ട്. സന്ധ്യകാലം എന്നാ സമയം? പെട്ടി അത് അമ്മയുടെ ആണോ? ആ പെട്ടി അമ്മയുടെ ആണോ? പെട്ടി അമ്മയുടെ ആണോ? എലിക്കുട്ടിയുടെ ആണോ? പിന്നെ എന്തിനാ ഇവിടെ എവിടെയല്ലേ അമ്മയുടെ വീട്? ഇതല്ലേ അമ്മയുടെ വീട്? പെട്ടി ഇവിടെയല്ലേ ഇരിക്കുന്നേ? ഇവിടെ ഇരിക്കണോ? ആ ഇവിടെ ഇരുന്നോട്ടെ. അത് അമ്മയുടെ വീടല്ലേ? അപ്പൊ പിന്നെ എവിടെ പോകാനാ? അത് ആവശ്യപ്പെടുമ്പോ എടുത്തോണ്ട് പോരാ. അപ്പൊ അമ്മയുടെ വീടല്ലേ ഇത്? വേറെ ആ എലിക്കുട്ടിയുടെ വീടല്ലേ ഇത്? അത് എല്ലാവർക്കും കൂടി കൂടിയ വീട്ടിനായിട്ട് പ്രത്യേകം ഒരാൾക്കായിട്ട് പേർക്ക് പണിതിട്ടാൽ പോയി കുളിച്ചിട്ട് വാ. ഓരോരുത്തരെയും പേർക്ക് പണിതിട്ടാൽ തന്നെ പൊതുവേണോ വീടൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. ആൾക്കായിട്ട് മാറ്റി വെക്കാൻ എനിക്കറിയത്തില്ല. എല്ലാവർക്കും പൊതുവേണോ? ഉണ്ടാക്കുന്ന ആൾക്കാർക്കുള്ളതാ. പൊതുവെ അവര് കാലും കൈ തല്ലി പിടിച്ചിടും താമസിക്കാൻ ചെന്നാ. നീ ഇപ്പൊ കൊണ്ടുപോകണമെങ്കിൽ കട്ടിലെ വെട്ടി എന്തെല്ലാം കൊണ്ടുപോകാം. അതാ ഞാൻ ചോദിച്ചേ. അതൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് ചുമന്നോട്ട് പോകണ്ടേ? എന്ത് പാടാ? അല്ലെ ഒരു വണ്ടി വിളിക്കണ്ടേ? എല്ലാം വണ്ടി കൊണ്ടുപോകാം. അതൊക്കെ നടക്കണ കാര്യം ആരും ഒന്ന് കൊണ്ടുപോയതൊക്കെ. ഇതെല്ലാം ജോമോൻ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറച്ചു നേരേ ഞാനും അമ്മയുടെ കൊണ്ടുപോയാൽ മതി. അതേപ്പോ തന്നെ ഇത് പറയുക. ജോമോൻ ഒന്ന് വന്നിരുന്നെങ്കില് അവനെ ഒന്ന് കാണാൻ. ചെറിയ സാധനങ്ങളൊക്കെ ശരിയല്ല. അത് ഒരു ചെറിയ വണ്ടിയെ കൊണ്ടുപോയത്. ഇത് ജോമോനാണോ? ഇത് ജോമോനാണോ? എന്താ ഇത് പിന്നെ ആരാ? ആഹാ അപ്പൊ അമ്മയ്ക്ക് അറിയാമല്ലോ. ഓഹോ ഞാനോർത്ത് അമ്മയ്ക്ക് അറിയത്തില്ലെന്ന്. ജോമോൻ ഇപ്പൊ ഉണ്ടായതാണോ? ആ ഇപ്പൊ ഉണ്ടായതാണോന്ന് ഞാൻ ചോദിച്ചത്. എന്നോട് ദേഷ്യാട്ടോ. എത്ര വർഷമായിട്ട്? ആ 50 വർഷമായി. ആ ഭൂമിയിലോട്ട് പറഞ്ഞു 50 വർഷം. ഓരോന്ന് പറയട്ടെ എന്താന്ന് എനിക്കിട്ട് പഠിക്കാം. ആലോചിച്ച് പറയണം. നീ ഒരുമാതിരി കണ്ടുപിടിച്ചു. അമ്മയോട് ചുമ്മാ ഒരുമാതിരി ചോദ്യം ചോദിക്കാം. അതുപോലെ തന്നെ വീട്ടിലുള്ളവരെ ഓരോരുത്തരും അതും ആൾക്കാരെ മനസ്സിലാക്കി മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ. അല്ലെങ്കിൽ അതോട്ട് തട്ടി ഇങ്ങോട്ടും തേഞ്ഞു ഒടുവിലെല്ലാം തല്ലിപ്പച്ച് കളഞ്ഞു. അങ്ങനെയാ. അതിപ്പോ ആരുടെയും കുഴപ്പമില്ല. അതിപ്പോ നമ്മുടെ ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാന്ന് നമ്മൾ തന്നെ ആലോചിച്ചെടുക്കണം. എടുത്തിട്ട് അത് ചെയ്യേണ്ട രീതി അനുസരിച്ച് ഓരോരുത്തരും ചെയ്തോണ്ടിരിക്കണം. അങ്ങനെയാണ്. ഭക്ഷണമായാലും കൊള്ളാം, വസ്ത്രമായാലും കൊള്ളാം, പൈസ അങ്ങനെയാ വേണ്ടത്. അങ്ങനെയാണെങ്കിലും ജീവിതം ഞാൻ പോവാട്ടോ. എവിടെയാ? എന്റെ വീട്ടിൽ പോയേക്കുവാ. എനിക്ക് പേടി അവിടെ നിക്കാൻ. വീട്ടിലോട്ടോ? ആ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്താ. ഞാൻ പോയേക്കുവാ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയാ. അതിനാ? എനിക്കിതൊക്കെ കേട്ടിട്ട് പേടിയാവുക. ഇവിടെ നിൽക്കാനാ? എലിക്കുട്ടി വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. വഴക്കുണ്ടാക്കുവാണോ? എലിക്കുട്ടി കാര്യം പറഞ്ഞല്ലോ. ആരും വഴക്കുണ്ടാക്കണം. ഞങ്ങള് പോവല്ലേ? പോവാണ് വീട് ഉപേക്ഷിച്ച്. നീ ഇവിടെ കിടന്നാൻ പറ്റുമോ? കഴിവ് നേരത്തെ പോയി സമയത്ത് പോയി കിടക്കാൻ പറ്റുമോ? അപ്പൊ ഇത്രയും നേരം കിടന്നതോ? ഇത്രയും നേരം കിടന്നതോ? ഇത്രയും നേരം കിടന്നതോന്ന്? ആര് കിടന്നു? എലിക്കുട്ടിയമ്മ. ഞാൻ കിടന്നില്ല. ഞാനെവിടെ കിടന്ന? കുളിച്ചു കഴിഞ്ഞപ്പോ മോന് തുടങ്ങി ഉറക്കവാ. ഞാൻ എങ്ങും കിടന്നില്ല. ഒന്നുമില്ല. ആരാണ്ട് പറഞ്ഞ തലയിലോട്ട് നല്ലപോലെ എണ്ണ വെച്ചിട്ട് അങ്ങ് കുളിപ്പിക്കാൻ. അതുപോലെ ഇപ്പൊ എണ്ണ നറുകയിലോട്ട് എന്ന് ഞാൻ വെക്കണതാ. ഇപ്പൊ 2 ദിവസം കൂടുമ്പോ കുളിപ്പിക്കുന്നുണ്ട് വെയിലായതുകൊണ്ടേ. അതുകൊണ്ട് അങ്ങ് കുളിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് ഉറങ്ങി. അല്ലെങ്കിൽ അമ്മ നേരത്തെ എണ്ണ വാരിപ്പൊത്തി കണ്ടച്ചാ മതിയായിരുന്നു. തല വാരിപ്പൊത്തി കുളിച്ചോണ്ടിരുന്ന. എന്നിട്ട് താളി ചെമ്പരത്തി താളി അങ്ങോട്ട് കുളിക്കൂണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനില്ലല്ലോ. ഒരു കട്ടിപ്പെട്ടിയും കൊണ്ടോട്ടെ?
കട്ടിലും പെട്ടിയും കൊണ്ടുപോക്കോ. ചട്ടിയോ? കട്ടില് പെട്ടി. പിന്നെ അതേക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കൊണ്ടുപോകണം, അല്ലാതെ പിന്നെ മനുഷ്യന് ഉപയോഗിക്കാനുള്ള. പിന്നെ അമ്മയുടെ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോക്കോ. ഇവിടെ വെച്ച് പോയ പിന്നെ അവിടെ കിടക്കാനും ഇരിക്കാനായിട്ട് എവിടെയാ പോണം? വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോക്കോ. വസ്ത്രം നീ ഉള്ള നേരത്ത് പോകാന്നോ? ഇരുട്ടതോ? ഭയങ്കര ഇരുട്ടാ. അമ്മ പൊക്കോ, ഞാൻ വേറെ ഇച്ചിരി കഴിയുമ്പോ പോകും. ഞാൻ ഇച്ചിരി കഴിയുമ്പോ പോകും. ഇങ്ങോട്ട് എന്റെ വീട്ടിലോട്ട്. നീ തന്നെ എങ്ങനെ പോയോ? എനിക്ക് തന്നെ പോകാൻ ഇവിടെ നീ 10 മിനിറ്റ് ദൂരല്ലേ ഇവിടെ. ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ, എനിക്ക് പിന്നെ പോകാൻ അറിയാമല്ലേ. ഞാൻ പോവാ ഇങ്ങോട്ട്. എന്റെ വീട്ടിൽ. ഞാൻ പോവുക. ആദ്യം ഞാൻ പോവും. എനിക്ക് എന്നെ കൊണ്ട് ആക്കണം ആരെങ്കിലും. അമ്മേനെ കൊണ്ട് ആക്കണോ വീട്ടിലോട്ട്? ആ മാനോട് പറ കൊണ്ടേ ആക്കാം. ജോമോൻ വീട്ടിലോട്ട്. ജോമോൻ ആരാ ആക്കാനുള്ള? ആക്കാൻ ആരാ ഉള്ളേ? നിഴല് കാണണം. നെഴലോ? നിഴല് എവിടെ? ആരുടെയാണോ? ആരുടെയാണോ? കണ്ണറിയത്തില്ല നെഴലിനെ വരെ. അത് ഏലിക്കുട്ടിയുടെ നിഴല. ഏലിക്കുട്ടി നിൽക്കുന്ന നിഴല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസം 4 ദിവസമായി. ഇങ്ങനെ പോയി നടക്കുവാണോ? ലോകം ചുറ്റി നടക്കുവാണോ? ലോകം ചുറ്റി നടക്കുവാണോ? അല്ല, ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടോ അങ്ങനെ പോയിട്ടുണ്ടോ? എലിക്കുട്ടീനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. ഇന്നലെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ കെട്ടിപ്പിടിക്കട്ടെ? ഇന്നലെയൊക്കെ പിന്നെ കെട്ടിപ്പിടിച്ച് നോക്കട്ടെ. എലിക്കുട്ടിയമ്മേനെ എലിക്കുട്ടിയമ്മേനെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ നോക്കട്ടെ. അയ്യോ ഉമ്മ നോക്കാൻ വരുവാ. മഹോഷ് ഇതൊക്കെ മാറിയ ദേഷ്യൊക്കെ എന്താ കണ്ട എന്ത് സന്തോഷം നോക്കി. എവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി, എല്ലാ ദേഷ്യവും പോകും കേട്ടോ. രോമ ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് ഇങ്ങനെ പിടിക്കണം കേട്ടോ. അതെന്നാന്നറിയോ, അമ്മയുടെ നല്ല പ്രായത്തിൽ ആരും അമ്മേനെ പരിഗണിച്ചിട്ടില്ല. എല്ലാവർക്കും അങ്ങനെയുണ്ട്. എനിക്കൊക്കെ ഉണ്ട്. നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ഒന്ന് തലോടുകയോ ഒക്കെ ചെയ്യുമ്പോ നമുക്കുണ്ടല്ലോ നമ്മുടെ വിഷമം ഒക്കെ അങ്ങ് മാറും. നമുക്കൊരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇല്ലേ അമ്മേ? കണ്ടോ അങ്ങനെയാ. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും തെറ്റായിട്ട് കാണുന്നവരൊക്കെ തൂത്ത് തുടച്ച് അത് മാറ്റണം. ചെയ്താൽ പോരാ. അത് നന്നായിരുന്നാലും ശരിയാക്കി എടുക്കണം. എന്താച്ചും പിന്നെ വേറെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ദോഷം മതി. അങ്ങനെയാ. ഇത്രയും നേരം ഞങ്ങൾ ഉടക്കി നിന്നതാണേ. എന്നും കുറ്റംപറച്ചില് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. കുറ്റംപെട്ടലോ? കുറ്റംപറച്ചിലേ കാരണന്മാരെ ഭാഗത്തു നിന്നൊക്കെ. നിന്നെയോ? എന്നെയല്ല, അമ്മേനെ. ആരെ കുറ്റം പറഞ്ഞു? അമ്മേനെ ആരാ കുറ്റം പറഞ്ഞോണ്ടിരുന്നേ? എനിക്കറിയില്ല. കുറ്റം പറഞ്ഞോര് ഇവിടെ ഉള്ളവർ പറഞ്ഞായിരിക്കും. അമ്മേ പറഞ്ഞോര് അമ്മയ്ക്ക് ഒരു ഉമ്മ തരണമെന്ന്. അല്ല, കുറ്റം പറയുന്നതിന് ആർക്കാ വിരോധം? അതിനൊരു തൊട്ടുമില്ല. എലിക്കുട്ടി അതിന് അമ്മയ്ക്ക് ഒരു ഉമ്മ, എലിക്കുട്ടിക്ക് ഒരു ഉമ്മ തരണം. എന്നാ കഴിഞ്ഞപ്പോ പോകാൻ നോക്കാം. ഒരു ഉമ്മ തരട്ടെ. ഉമ്മയൊക്കെ അങ്ങനെ എന്നിട്ട് കഴിക്കാം. കിടക്കാൻ നേരത്ത് മതി. കിടക്കാൻ നേരത്ത് ഇനി എപ്പോഴാ നമ്മള് പോകാം? സമയമായി ഇല്ലേ? സമയം എത്രയായി? സമയം 8 മണിയായി. 8 മണിയായി. ഇനി പിന്നെ സന്ധ്യയാകാൻ ഇനി എന്നാ ഉണ്ട്? സന്ധ്യയായി. നമ്മള് പ്രാർത്ഥനയെല്ലാം പോവാ. കുരിശ് വരച്ച് പ്രാർത്ഥനയല്ലേ. പിന്നെ എന്നാ അപ്പൊ ചെല്ലിയേക്കാം. വിവാനെ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. വിവാനെ കുളിച്ചിട്ട് വരട്ടെ. കുളിക്കുക. ഇവിടെ ഉണ്ടോ? ഉണ്ട്. അല്ലാതെ പിന്നെ അവൻ എവിടെ പോകാനാ? അവൻ തരുന്നേരം വിട്ട് പോയിക്കോട്ടെ. വിട്ടുവിട്ട് പോകുന്നുണ്ട്. വൈകുന്നേരം വരും, രാവിലെ പോകും. അമ്മ എണീക്കുന്നതിന് മുമ്പ് പോകും. 6 മണിയാകുമ്പോ വരും. 6 മണി 6:15 കേട്ടോ. അവനെ കാണാനില്ലല്ലേ? അവരെ കാണാനൊക്കെ ഉണ്ടാവും. എപ്പോഴായാലും ഒരു ദിവസം 1-2 പ്രാവശ്യം കണ്ടുപിടിക്കും. അവനെ കണ്ടുപിടിക്കുമല്ലേ? ഇവിടെ ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. കൊച്ചുങ്ങളെ കാണാതെ പറ്റിയല്ല. കൊച്ചുങ്ങൾക്ക് തോന്നിയ പോലെ അതുങ്ങൾ തന്നെ അതുങ്ങളുടെ കുഴപ്പങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അന്വേഷിച്ചിരിക്കണ്ടേ. അല്ലാതെ പറ്റുമോ? അതുങ്ങൾ വല്ലതിലേക്ക് പോയച്ചും വരുമ്പോൾ അതുങ്ങളുടെ കൂട്ടുകാർ അതുങ്ങളെ എന്നാ ചെയ്യുന്നല്ലോ നമ്മൾ അറിയുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ചൂടായിട്ട് അതുങ്ങൾ പറയുകയില്ല, അതുങ്ങൾ അതെല്ലാം ഉള്ളിൽ അടക്കി സങ്കടപ്പെട്ടിരിക്കുമല്ല എന്നുള്ളത്. അതിനധികം കൂട്ടൊന്നും ഇല്ല. ആ കൂട്ടധികമില്ല, എന്നാലും ഉള്ളത് മതി. ഉള്ളതുണ്ട് വെച്ചാൽ അതുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പിള്ളേർ ചെയ്ത് കൂട്ടുകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവരെ കാണത്തില്ല. പിന്നെ അവർ സർവത്ര വിരോധം. അങ്ങനെയുണ്ട്. കൊച്ചുങ്ങൾ തമ്മിൽ കൂട്ടുകൂടി കഴിഞ്ഞെന്നാൽ പല പല സ്നേഹത്തിലും ഐക്യത്തിലും പറ്റാവുന്ന പോലെ സഹായവും ചെയ്തു അവര് കൊടുക്കണം. നമ്മൾ ചെലച്ച് കൊടുത്തിട്ട് പറയപ്പെടണം ഇങ്ങനെ പോലൊക്കെ ചെയ്യണം അതുങ്ങളോട്. ആ എന്തെങ്കിലും അതുങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ജോമോന് കൂട്ടുണ്ടായിരുന്നോ അമ്മേ? ഈ ജോമോന് കൂട്ടുണ്ടായിരുന്നോ? പിന്നെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നോ? ജോമോന് ഇപ്പോഴും കൂട്ടുണ്ട്. കണ്ടോ? കറക്റ്റ് ആട്ടോ. അമ്മക്ക് ഇപ്പൊ ജോമാൻ ചെറുപ്പത്തിൽ മുതൽ കൂട്ടുള്ള ബാക്കി ജോമയ്ക്ക് സാബുവിനും ചെറുപ്പത്തിൽ അങ്ങനെ കൂട്ടില്ല. ആര് പറഞ്ഞു? ജോമിക്കൊക്കെ കൂട്ടുണ്ടായിരുന്നു. സാബുവിനെ കൂട്ടില്ലാതെ അനാവശ്യ കൂട്ടൊന്നല്ല, അതിന് സാധാരണ ഒരു കൂട്ട്. സാധാരണ ഒരു കൂട്ട് അത് മാത്രമേ മതി. സാബുവിന് മാത്രമേ ഒരു ദോഷവും ഇല്ല. വിവാനെ പോലെയായിരുന്നല്ലേ? വിവാനും അങ്ങനെ കൂട്ടില്ലല്ലോ. സാബുവിന് മാത്രമേ കൂട്ടുകാർ കുറവുണ്ടായിരുന്നു. കൂട്ടില്ല. അങ്ങനെയാ. ബാക്കി എല്ലാവർക്കും കൂട്ടുകാരുണ്ടായിരുന്നു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിക്കുകയും ചെയ്യും, അത് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്നേഹമുണ്ട്. അത് കാരണം പിന്നെ ശത്രുതയുടെ ആയിട്ടല്ല പെരുമാറുന്നത്. കരുണയോടുകൂടി സ്നേഹത്തോടു കൂടിയാ ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടത്. അത് കേൾക്കുമ്പോൾ പിന്നെ അവർക്ക് വെറുപ്പ് തോന്നും. ഇല്ലല്ലോ, ഇല്ല. നമ്മളോടായാലും തോന്നിയ നമ്മൾ എടുത്തോ അടിച്ച് പേട്ടിക്ക് പോലെ ചെല്ലും പോലെ എല്ലാത്തിനും ആയാലും തെറ്റ് നിസ്സാര കാര്യത്തിന് പോലെ എപ്പോഴും തെറ്റും കുറ്റവും പറഞ്ഞ് ഇതാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാവും. ആരെപ്പറ്റിയും കുറ്റം പറയരുത്, നല്ലത് പറയണത്. നല്ലത് പറയുകയും ചോദിക്കുകയും പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. അതിന് ചെയ്യണ്ട, അതിന് പോകണ്ട എന്നൊക്കെയൊക്കെ പറയണം. അപ്പൊ അവിടെ പ്രശ്നമില്ല. അവര് പിന്നെ എന്നാലും ആലോചിച്ച് അവര് തിരിഞ്ഞെടുക്കും. അങ്ങനെയൊക്കെ നന്നായി വരുവാൻ പറ്റുള്ളൂ. അല്ലാതെ കൊച്ചുങ്ങൾ 3-4 പേര് ഒന്നിച്ചൊന്നൊക്കെ പള്ളിക്കൂടത്തിൽ പോയച്ചും വരുമ്പം കളിച്ച് പെറുക്കിയൊക്കെ വരുമ്പം അവരെല്ലാം പല കാര്യങ്ങളായിട്ടല്ല തന്നെ. അപ്പോൾ അവര് അതിനെല്ലാം നിയന്ത്രണം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അലമ്പിൻ്റെ അനുഭവം. അങ്ങനെയാ. പിന്നെ അവര് തമ്മിൽ വഴക്കും പിണക്കും വിരോധവും ഇതൊക്കെ ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ അന്നേരം തന്നെ ഇതെല്ലാം ശരിയാക്കി കൊടുക്കണം. എല്ലാവരും വ്യത്യാസമൊന്നും കൂടാതെ പോലെ നമ്മൾ സ്വന്തം മക്കളെ പോലെ ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ആ കൊച്ചുങ്ങൾക്കും നമുക്കുള്ള പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഒരു തെറ്റും സ്വന്തം മക്കളെ നല്ലത് പറഞ്ഞോണ്ട് മറ്റുള്ള മക്കളെ കുറ്റം പറയുന്നതിന് ഏത് കൊച്ചുങ്ങളും എല്ലാ കൊച്ചുങ്ങളും നമ്മളെ കൊച്ചുങ്ങളെ പോലെയാണ് നമ്മൾ ചിന്തിക്കണം. അത് തന്നെ. കുറ്റമുള്ളവരും കാണും, തെറ്റുള്ളവരും കാണും. നമ്മൾ നല്ലപോലെ നല്ല കാര്യങ്ങൾ കുറച്ചെല്ലാം പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്തില്ലെങ്കിൽ പിന്നെയും പറഞ്ഞു കൊടുക്കണം. ദേഷ്യപ്പെടുകയൊന്നും ചെയ്യുകയും ചെയ്യും. നല്ലത് എത്ര പറഞ്ഞിട്ടും കേൾക്കില്ലാത്ത ചിലതുങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ളവര് എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളത് ഒന്നും ശരീരത്തെ കൊണ്ട് എടുക്കുകയില്ല. അത് സൂത്രത്തിൽ നടന്നുകൊണ്ട് ഓരോ കുറ്റവും പറഞ്ഞു നടക്കും. അത്രയേ ഉള്ളൂ. അവനോട് അധ്വാനിച്ചു ഭാരം ചുമന്നു ഒന്നും ചെയ്യല. എന്നിട്ട് മറ്റുള്ളവർ വന്ന് പോരെന്ന് പറഞ്ഞ് കുറ്റവും പറഞ്ഞു കൊടുക്കും. അങ്ങനെയാ. പക്ഷെ അങ്ങനെയുള്ളതിൻ്റെ കൂടെയാണ് ഒരു തരത്തിലും ഇണങ്ങി പോകാൻ പറ്റിയാലും ഇത് നമുക്കാണേലും കൊച്ചുങ്ങൾക്കായാലും ഒക്കെ അതെ. കാരണം അപ്പന്മാരെ വലിയ ഇതൊന്നും പോയില്ല. അവർ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ പറയുക മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞതിനകത്തെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? പിള്ളേരോട് സ്വന്തം മക്കളെ മാത്രം നല്ലതെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പിള്ളേരെ പിള്ളേരെ മോശമെന്ന് പറയാൻ പാടില്ല. അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നാണ് അമ്മ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആരെങ്കിലും വരണേ, എന്നെ കൊണ്ടുപോകാനെന്ന് വീട്ടിലുള്ളവർ പറയാൻ പറ്റിയില്ലെന്ന്. ഏത് വീട്ടുകാരോട് പറയാനുള്ള? ആരാ വരണേ? ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. ഇതിനോട് പറഞ്ഞോ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് ഓർത്താ. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട
ഇച്ചിരി മുമ്പേ ജോമോൻ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിച്ചപ്പോൾ ജോമോന് നിനക്ക് അറിയത്തില്ല എന്തെല്ലാം എന്നോട് പറഞ്ഞല്ലേ. ഞാൻ എന്തൊക്കെയാന്ന് ഓർക്കണില്ല. നമ്മുടെ മെമ്മറിയുടെ വിഷയം. നമ്മുടെ മെമ്മറി ഇങ്ങനെ മാറിപ്പോകും. നമ്മളെല്ലാം സ്വരുമയായിട്ട് പോയി കഴിച്ച് പിന്നെ ഇടയ്ക്കിട്ട് കുഴപ്പിച്ച് ആരുമായിട്ട് വൈരാഗ്യം വെക്കരുത്. എന്നാലും അത് പിന്നെ എല്ലാം കുഴഞ്ഞു പിന്നെ ആരും അടുപ്പമില്ല എടുപ്പമില്ല. നമ്മള് മനുഷ്യരല്ലേ. നമ്മൾ മനുഷ്യ സ്വഭാവം ആ സ്വഭാവം നമ്മുടെ കുടുംബജീവിതല്ലേ, അത് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് പോകണം. കൊച്ചുങ്ങളായാലും വലിയവരുടെ അപ്പന്മാരായാലും അമ്മമാരായാലും ചേച്ചിയനിയത്തിമാരായാലും ചേട്ടനിയന്മാരായാലും ഒക്കെ അവരെയൊക്കെ നമ്മൾ തെറ്റ് കാണുമ്പം അത് അവർ നിയന്ത്രിക്കണം, കാര്യം പറഞ്ഞു കൊടുക്കണം. വഴക്കുണ്ടാക്കാതെ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ? അവരെ വഴക്കുണ്ടാക്കാതെ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യാതെ തെറ്റാന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുക. ആരും വഴക്കുണ്ടാക്കരുത്. അടിക്കേണ്ട സമയത്ത് അടിക്കണമേ. കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് അമ്മ ആരെയും അടിക്കലായിരുന്നു തോന്നുന്നു. നിങ്ങളെ അടിച്ചിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിലെ അടിച്ചിട്ടുണ്ട്. അത് വഴക്കുണ്ടാക്കരുത്. നമ്മൾ അവർ ചെയ്യുന്ന ഒക്കാതെ വരുമ്പം കാര്യം പറഞ്ഞു കൊടുക്കണം. കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അത് തറതലയായിട്ട് കാണിക്കുമ്പോൾ ഒരിക്കലും സാധ്യമല്ല. അടി കൊടുക്കണം, അന്നാത് ശിക്ഷ കൊടുക്കണം. ചൂരില് മേടിച്ചിട്ട് അടിക്കണം. അങ്ങനെയാ ആണെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ. രാത്രി ഒരുപാടായി നമുക്ക് കിടക്കാനുള്ളതല്ലേ. പ്രാർത്ഥനയെല്ലാം കുരിശ് വരച്ചിട്ട് നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് കിടക്കണം. വീട്ടിലോട്ട് പോകണ്ടേ. ഇതാണ് അമ്മയുടെ മെമ്മറിയുടെ പ്രത്യേകത. നാളെ പോകാം. ഇന്ന് രാത്രി ആയില്ലേ? രാത്രിയാ. അമ്മയുടെ ഓർമ്മകൾ നാളെ പോയാൽ മതിയോ? നാളെ പോയാൽ മതി. അമ്മയുടെ ഓർമ്മ ഇങ്ങനെയാണ്, മാറി മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ വ്യത്യാസം. എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. ഒന്നും വൈകാനുള്ള സമയം ആരോടും വിരോധവും വൈരാഗ്യമൊന്നും വിചാരിച്ചുകൊണ്ട് ഇരിക്കാതെ പറ്റാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ അവർക്ക് വിഷമമില്ലാതെ വരും. പിന്നെ തെറ്റ് കുറ്റങ്ങൾ കുറേയെല്ലാം കുടുംബമായാലും മക്കളായാലും ചേട്ടനിയന്മാരായാലും ചേട്ടനിയത്തിമാരായാലും ഒക്കെ ഉണ്ടാവും. കുടുംബ ജീവിതം അത് മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അതിലെന്തെങ്കിലും ബന്ധമൊക്കെ തെറ്റ് അവർക്ക് വിരോധം തോന്നുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ വന്നതാ, ഇതുപോലെ വന്നതല്ല, അതുകൊണ്ട് സാരമില്ല, അതൊന്നും വകവെക്കാൻ തോന്നണം. അങ്ങനെ പറഞ്ഞു കൊടുത്തെങ്കിൽ അവർ നന്നാവുള്ളൂ. അവർക്ക് വിരോധം അതിലാക്കും തോന്നുന്നത്. അതിനില്ലേ ഇരിക്കുന്നില്ലേ ജോമോനല്ലേ? ജോമോൻ അമ്മയ്ക്കൊരു ഉമ്മ തരണമെന്ന്. അമ്മയ്ക്കൊരു ഉമ്മ തരണമെന്ന്. അതെന്തിനാ? അമ്മേനെ ഇഷ്ടായോണ്ട്. അതിലെന്നാ കാര്യം? ഉമ്മയിൽ കാര്യമില്ലേ? ഇല്ലേ? ഉമ്മ കൊടുക്കുന്നതിലെന്നാ? ഞാനൊരു ഉമ്മ തരട്ടെ? ഞാനൊരു ഉമ്മ തരട്ടെ? ഉമ്മ ആർക്ക് കൊടുക്കാനും ആർക്കും ഒരു കുഴപ്പമില്ല, അതിനൊരു ദോഷമില്ല. അമ്മയുടെ മോനാണ് കഴിഞ്ഞാൽ തീർന്ന് സമാധാനം. നമുക്ക് വീട്ടിൽ ചെന്നെത്താൻ മതി. ഇടയ്ക്കൊന്ന് പോകാനും ഒന്ന് വിളിച്ച് പറയാനും പറ്റിയില്ല. ഒക്കെ ഇതുപോലെ വന്നാൽ കൊണ്ടുപോകാനും അത് ഒത്തുമില്ല പറയാൻ. അത് കാരണം ഒന്നും സാധിച്ചില്ല. പിന്നെ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഒന്ന് വൈകി കഴിയുമ്പോ നേരം വെക്കാം. ഒത്തിരി മിണ്ടണ്ട, നീ കുരിശ് വരയ്ക്കാനുണ്ട്. മതി. ആവി എടുക്കുക. പാലിടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് അറിഞ്ഞ് അല്ലേ? അമ്മയുടെ ഓർമ്മയുടെ വേരിയേഷൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? എത്ര വേരിയേഷൻ ഉണ്ടായി ഇപ്പം നമ്മുടെ മെമ്മറിയുടെ ആ വേരിയേഷൻ ചെറുതിരി മാറി മാറി വന്നോട്ടോ. അതാണ് അമ്മയുടെ പ്രത്യേകത. ഇവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ളപ്പോൾ അവരെക്കൊണ്ട് നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ഓരോ കാര്യത്തിന് തീരുമാനമോ ചെയ്യിക്കാനും പറ്റുള്ളൂ. അവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് തൃപ്തി സന്തോഷവും വരുകയും ചെയ്യും. അല്ലെങ്കിൽ അവർക്കൊരു വൈരാഗ്യം പോലെ മനസ്സിന് നമ്മൾ കുറ്റം പറയാൻ നമ്മൾ അങ്ങനെ പറഞ്ഞോട്ട് ഒത്തില്ല. ആ സ്വർണ്ണക്കൊന്തയുടെ കളറെല്ലാം കളഞ്ഞു കേട്ടോ. അതെന്നാ ഇന്നറിയാവോ? കഴുകിയതാ. തേച്ചരച്ച് കഴിഞ്ഞ് അതിന്റെ കളർ കണ്ടോ പോയി. അമ്മ എല്ലാം അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊന്ത എല്ലാം അങ്ങനെ കഴുകാറുണ്ട്. അതുപോലെ അതും എടുത്ത് കഴുകിയതാ. പിന്നെ കുരിശ് കണ്ടില്ലേ? കുരിശ് രൂപം കണ്ടില്ലേ? മുത്ത് കണ്ടില്ലേ? പാത്രക്കൊന്ത ഇട്ട് തേച്ച് കഴുകി. സ്ക്രബ്ബർ ഇട്ട് വരച്ച് കാണും. അമ്മ അവിടെ ഇട്ട് വരയ്ക്കും അടുക്കളയിൽ പോയി കിടന്ന്.
ഞാൻ വീട്ടിൽ ചുമ്മാ പെട്ടിക്കകത്ത് വെച്ചേക്കുമായിരുന്നു, ഉപയോഗിച്ചില്ല ഞാൻ. അതങ്ങനെ ഇരിക്കായത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് എന്തോലും വലുതായിപ്പോയാലും എന്തോലും മുഴുത്തേനകത്ത് വെച്ചത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പുറത്തെടുത്തിരുന്നെങ്കിൽ നമ്മള് ഇങ്ങനെ ഇല്ല ആഹാരമൊക്കെ കൊടുത്ത് മുഴിപ്പിക്കുന്നതായിരിക്കും പറഞ്ഞത്. ആണോ? അങ്ങനെയാണോ പറഞ്ഞേ? ആഹാരമൊക്കെ കൊടുത്തിട്ട് മുഴുക്കൂന്നാണോ പറഞ്ഞത്? പിന്നെ ആഹാരം ഇത് വേണ്ട അല്ലേ? ഇവർക്കല്ലല്ലോ കൊടുക്കണം, അങ്ങോട്ട് പിള്ളേർക്ക്. പിള്ളേർക്ക് ആഹാരം കൊടുക്കുമ്പോ കൊടുക്കണ്ട. നമുക്ക് കുരിശുവരച്ചാലോ. ഈ ചെറുക്കൻ എവിടെ പോയി? ചെറുക്കന്റെ ഒരു കുളി അമ്മ അതിനോടൊന്ന് ഉപദേശിക്കണം കേട്ടോ. ഇടയ്ക്ക് അവനോടൊന്ന് ഉപദേശിക്കണം. ഇതൊക്കെ കുളിക്കുക. ഇവിടെ 8 മണിക്ക് കുരിശുവര പറഞ്ഞിരിക്കുന്നതാ. ആ എന്നിട്ട് പോയി കുളിക്കാനിപ്പോ. എങ്ങനെയാ വെള്ളം കോരി അടിച്ച് കുളിക്കണേ? കുളിച്ചോളും. പിന്നെ 10-18 വയസ്സായില്ലേ? 18 വയസ്സായില്ലേ? കാര്യം നോക്കി നോക്കി ഒന്നും ചെയ്യല. അതൊക്കെ ശരിയായിരിക്കും അല്ലേ? അതാണ് കുറച്ചിലുണ്ടാവണം. അല്ലെങ്കിൽ കുളിക്കാനുള്ള കാര്യമൊന്നും നമ്മള് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇതൊക്കെ അവനോ തന്നെ സമയത്ത് ചെയ്യണം. കൊറേ പിള്ളേരെ കിട്ടുവാനെ അമ്മ ക്ലാസ് എടുത്തേനെ. അങ്ങനെ ചെയ്തോണ്ട് പോയാലോ ഉള്ളു അവർക്ക് എല്ലാം മനസ്സിലാവോ. അല്ലാതെ അത് ചെയ്യണം പറഞ്ഞ് എപ്പോഴും തല്ലുമ്പോൾ പറഞ്ഞോട്ടെ നമ്മൾ തന്നെ മടുത്തും പോവും, ഒരു കാര്യം നടക്കില്ല. അങ്ങനെ പിള്ളേര് പോകരുത്, അങ്ങനെ തുടങ്ങരുത്. ഒരു പിള്ളേരും തുടങ്ങരുത്. ജോമൻ ഇവിടെ വന്ന് അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. അമ്മ ചിലപ്പോ ഇഷ്ടപ്പെടിയല്ല അമ്മയ്ക്ക് കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടിയല്ല. പിടിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? പക്ഷെ ആ ചെറുക്കൻ കൊച്ചു വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നേ അതല്ലേ. ഞാൻ കെട്ടിപ്പിടിച്ച് നോക്കട്ടെ. വീട്ടിൽ പോണോ? വീട്ടിൽ പോണോ? ഏത് വീട്ടിലാ പോണേ? ഏത് വീട്ടിലാ പോണേ? എന്റെ വീട്ടിലോട്ട്. ഏത്? എന്റെ വീടിന് ഇവിടെ നിന്ന് ഇരുന്ന് കഴിയുമ്പോളെ ഇവിടെ നിന്ന് കേറുന്ന മൂലോ. ഞങ്ങളുടെ വീടേതാ? ഞങ്ങളുടെ വീടേതാ? നിക്കുന്ന വീടേതാ? ഇപ്പൊ നിക്കുന്ന വീടേതാ? ഏതാ ഇപ്പൊ ഇവിടെ നിക്കുന്ന വീട്? ഇത് വേറെയാ. ഇത് കാരണം നമ്മുടെ എല്ലാരും കൂടെ കൂടിയുള്ള. അങ്ങനെയൊക്കെ വീടുണ്ടോ? പിന്നെ അമ്മയ്ക്ക് സ്വന്തം വീടുണ്ട്, പിന്നെ എല്ലാവരുടെയും കൂടെ കൂടിയുള്ള ഒരു വീടും ഉണ്ട് അല്ലേ? ഇതൊക്കെ ആരാ പണിയിച്ചത്? അതൊക്കെ ഓരോരുത്തരും ഇപ്പം വഴിക്ക് ഇപ്പം വീട്ടിൽ ഇപ്പൊ ഒരാണുങ്ങൾ താമസിക്കുക, അവർക്കൊരു വരെയായില്ലേ. പിന്നെ അവരുടെ സന്താനങ്ങളായി വരുമ്പോഴും ആ പേരെ അവർക്കുണ്ട്. പിന്നെ അതുകൂടെ നമ്മൾ കൂടുതലുള്ളവരും താമസിക്കും. അങ്ങനെ വരുമ്പോ അങ്ങനെ കേറി ഇറങ്ങിയല്ലേ. ഏത് വരെയായാലും ഏത് വീടായാലും കേറി ഇറങ്ങിയൊക്കെ പോകാം, കിടക്കുകയും ചെയ്യാം. ഇതങ്ങനെ നടക്കണ വീടല്ല, എലിക്കുട്ടിയുടെ വീടാ. അത് എന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ തന്നെ കിടന്നാ മതിയോ? ഉണ്ടല്ലോ. ജോമോനുണ്ട്, ജോമോന്റെ കെട്ടിയോളുണ്ട്, വിവാനുണ്ട്, വിവീനയുണ്ട്. പോരെ? അതൊക്കെ എല്ലാവരും കൂടെ കൂടി കിടക്കുമ്പോ വൈകിട്ട് അല്ല കിടക്കണം. അല്ല പിന്നെ പകല് പിന്നെ ഇവിടെ പകല് പോണെന്നായിരിക്കും പറയണത്. വൈകിട്ട് കിടക്കാൻ ഇങ്ങോട്ട് പോലെന്നും ആയിരിക്കും പറയണത്. പകല് പോകണമെങ്കിൽ ഓരോ സ്ഥലം വഴിയൊക്കെ പോയി അത്യാവശ്യത്തിന് മാത്രം പോയാൽ പോരെ. അല്ലാതൊക്കെ പോയാൽ ഒരു നടക്കും. വീട്ടിലെ പണി വല്ലതും നടക്കുമല്ലേ? എന്നും ഇങ്ങനെ നടന്നാല് എല്ലാം കുഴഞ്ഞു പോയി. പിന്നെ വീട്ടിൽ ഉത്തരവാദിത്വം വേണ്ടേ? പെണ്ണുങ്ങള് വീട്ടിൽ ഇരുന്നോണം. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നോക്കിയും കണ്ടും വേണം ചെയ്തോളാം. അതുപോലെ അല്ല തോന്നിവാടമ്മ എറിഞ്ഞ അങ്ങ് ഇട്ടിട്ട് പോയേക്കരുത്. ഒത്തിരി പഴക്കം ചെന്നത് ഒത്തിരി നീളം അയാൾ വളർന്ന് കിടക്കുന്നതൊക്കെ അതങ്ങനെ കുഴച്ച് കളയരുത്. അത് നമ്മൾ അന്നാരം ആവുന്നിടത്തോളം നിയന്ത്രിച്ചത് കുറയ്ക്കണം. എന്നെങ്കിൽ അത് ശരിയാവും. വിവാൻ വരുന്നുണ്ട്, ഒന്ന് വഴക്ക് പറ. നേരത്തെ കാലത്ത് വിളിച്ചിട്ട് കുറിച്ച് വരയ്ക്കാൻ വരാൻ മേലായിരുന്നു ചോദിക്കും. വിവാനേ ഒന്ന് വഴക്ക് പറയും. അവിടെ വന്നുണ്ട്. എവിടെയാ? നിന്റെ വഴക്ക് പറയട്ടെ. കുരിശ് വരയ്ക്കാനുള്ളതല്ലേ? പറഞ്ഞിട്ടുള്ളതല്ലേ? അമ്മ ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ പാല് അതെന്നാ കൊണ്ടോ ഡോക്ടർ കീറിയതാ. ഡോക്ടർ തെറ്റിയല്ലാണല്ലോ തലമുടി ഇരിക്കുന്നത്.
ഒരു കത്രിക ചെത്തി കുറച്ച് ചെത്തി കളയാം, കട്ടിച്ച് ഇപ്പോഴത്തെ കളയാം. സ്റ്റൈലാമ്മ ഇതൊക്കെ. ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കട്ടിച്ച് കളയിപ്പിക്കണം. അമ്മേ ഇതൊന്നും ഇങ്ങനെയൊന്നും പറ്റത്തില്ല, അവർക്കൊന്നും പറ്റ വെട്ടുന്നത് ഇഷ്ടമില്ല. മുടി ഇങ്ങോട്ട് കണ്ണയിലോട്ട് മൂക്കയിലോട്ട് ഇറങ്ങി കിടക്കണം. അത് വേണ്ട, ആ അത് ചള്ളമാണ്. അതൊക്കെ ഫാഷനാ, ഫാഷൻ. ഇങ്ങനെ കിടക്കണം. ഇപ്പോഴത്തെ ഫാഷനുകൾ അതൊക്കെ പിള്ളേരെ അവരെ പരിപാടികൾ. ആവി ബെസർഫോ അതെ അതെ, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതൊന്നും വേണ്ട. ഞാൻ വന്ന് ഇനി കുരിശായിരിക്കാം. ഞാൻ വന്ന് കുരിശായിരിക്കും. ആ പ്രാർത്ഥനയല്ല, കൊണ്ടൊന്നും ഇല്ലല്ലോ. കൊന്തയ്ക്ക് എന്ത് ചെയ്യേ? ഞാൻ വീട്ടിൽ കൊണ്ടൊന്നും കൊണ്ടുപോകുന്നില്ല, വീട്ടിലാ കിടക്കണം. കഴിച്ചാൽ കിടക്കണ അതങ്ങ് ഊരിക്കോ, ചെല്ലിക്കോ. അതങ്ങ് ഊരി ചെല്ലിക്കോ, അതിന്റെ കളറെല്ലാം വരച്ച് കളന്നടാ. കൊന്തയൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അവിടെ ഇവിടെ കേടുള്ളതായിട്ട് കേട് പിടിച്ച് കിടന്ന കൊന്നു കഴിച്ചൊക്കെ അതല്ലേ ആക്കാം കിടക്കുന്നത്. അത് കാരണം അത് നീ മേടിക്കാൻ നമുക്ക് കൊന്ത. കൊന്ത മേടിക്കാന്നേ. പ്രാർത്ഥനയില്ല. തുടങ്ങിക്കട്ടെ. 53 മോനിപ്പോ എത്ര വരെ പഠിക്കണേ? എഞ്ചിനീയറിംഗിന് പഠിക്കുക. ആണോ? ആ, പറഞ്ഞുകൂടെ? അത് ഇതല്ല. കണ്ടോ കണ്ടോ, പിന്നെ പറയണ്ടേ? അതവൻ പറഞ്ഞോളൂ. അവൻ പറയും ഡിഗ്രി 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 പറയും. അമ്മ പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കും. പറഞ്ഞത് എനിക്കിപ്പോ അത് ഇതൊന്നും പഠിക്കാനുള്ളതല്ലല്ലോ. ഞാൻ പിന്നെ എന്നാന്ന് വെച്ചാൽ അന്വേഷിച്ചൊന്നും പഠിക്കുക അവർ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നല്ലാതെ എനിക്കത് കർശനം പിടിക്കേണ്ട കാര്യം ഒന്നുമില്ല. അതെ അതെ, അവരെ എന്തോ പിന്നെ നമുക്ക് കാര്യമൊന്നും അറിയാം, അത്രേ ഉള്ളൂ. അത് മാത്രം മതി. അമ്മയല്ലല്ലോ പഠിക്കുന്നത് വെറുതെ. പിന്നെ പിള്ളേർക്ക് കലിപ്പ് കയറ്റുന്നുണ്ട്. അതെ, പിള്ളേരെ കലിപ്പ് കയറേണ്ട കാര്യമുണ്ട്. അവർക്ക് കലിപ്പ് തൂത്ത് ആർക്കായാലും നമ്മക്കായാലും പിന്നെ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. നീ എന്നാ അമ്മനെ ചുമ്മാ അല്ല വിവാനെ ഒന്നും ചുമ്മാ തൂത്തിട്ടുണ്ട്. തൂത്ത് എന്നിട്ട് എങ്ങനെയാ വീട്ടിലോട്ട് പോവാണ്? വിവാനോടാണോ ചോദിച്ചേ? വിവാനോടാണോ ചോദിച്ചേ? അവനോടാണോ ചോദിച്ചത്? ആരാണ് അവനോടാണോ ചോദിച്ചതെന്ന്? അവനോട് ആണോ ചോദിച്ചത്? വീട്ടിൽ പോണ കാര്യം ചോദിക്കാനോ? പോകണ കാര്യം? ആ, കുരിശരിക്കാം. സമയം പോയി. ശരിക്കോണോ? കുരിശ് വരയ്ക്കുക. പ്രാർത്ഥനയല്ല. 53 ഇവിടെ കിടക്കാൻ വരണ്ടേ? ഇവിടെ അമ്മ കിടക്കണത് എന്നും. എന്തുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഇവിടെ വരുമ്പോഴല്ലേ? വല്ലപ്പോഴും വരുമ്പോഴാണെങ്കിലും എന്നും അമ്മ എവിടെയാ കിടക്കണത്? സ്ഥിരം ഇവിടെ താമസിച്ചില്ല, കേട്ടല്ലേ? വരുമ്പോഴൊക്കെ ഇവിടെയാ കിടക്കുന്നത്. കിടന്നോ? കുറച്ച് നാൾ 5-6 ഇതിന് മുമ്പ് കുറച്ച് നാൾ 5-6 മാസത്തോളം ഇവിടെ ഞാൻ ജീവിച്ചല്ലേ? അന്നപ്പോഴൊക്കെ ഇവിടെയാ കിടന്നത്. അപ്പൊ അവിടെ കിടന്നോ? കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ? കഞ്ഞി കുടിച്ചോ? ഇവിടെയാ? ഇവിടുന്ന് കഞ്ഞി കുടിച്ചോ? അപ്പം ഇല്ല. ഇല്ലേ? അയ്യോ, കഞ്ഞി കുടിച്ചില്ലേ? കഞ്ഞിയും കൊടുത്തു വിട്ട് ഇപ്പം കൈ കഴുകി വാ കണ്ട വായിക്കാത്തൊക്കെ കണ്ടോ? മറന്നുപോയി. ഇനി വേണ്ട. ഇനി വേണ്ട, ഇനി നാളെ മതി. പോയി കിടന്നോ. ഇനി കിടന്നോട്ടോ. എന്നെ വിളിച്ചോണ്ട് വന്നാണേ. ഇവിടെ അല്ലേ കിടക്കണേന്ന് ചോദിക്കാൻ. എന്താ പറഞ്ഞ അമ്മയുടെ വേരിയേഷൻ ഇങ്ങനെ ഓർമ്മയുള്ള വേരിയേഷനാന്ന് പറഞ്ഞത്. മാറി മറിഞ്ഞ് എപ്പോഴും വന്നോണ്ടിരിക്കും. കിടന്ന ഉറക്കമൊക്കെ വന്നോളൂ. കിടന്നോ കേട്ടോ. കഞ്ഞി കുടിച്ചതല്ലേ? കഞ്ഞി കുടിച്ചതല്ലേ? കഞ്ഞി കുടിച്ചു. ഒന്ന് ഇനി കിടക്കാം. ഇച്ചിരി നേരം നടക്കുന്നുണ്ടോ? ഇച്ചിരി നേരം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോന്ന്? കിടക്കാൻ പോവല്ലേ? ഇനി കിടക്കാൻ പോവല്ലേ? ഒന്നും ചെയ്യാനില്ല. കിടന്നോ. കുത്തിരിക്കാൻ പറ്റിയില്ല. കുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഉറങ്ങണ്ടേ? പറ്റത്തില്ല. അത് തന്നെ. അതെ അതെ. എന്നാ കിടന്നോ. ലൈറ്റ് ഓഫ് ചെയ്യണോ? ലൈറ്റ് ഓഫ് ചെയ്യണോ? ലൈറ്റ് ഓഫ് ചെയ്യണോന്ന്? ആണോ? എലിക്കുട്ടി മീഡിയയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.
ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.